ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് തളപതിയുടെ ഗോട്ടിൽ അടുത്ത അപ്ഡേഷൻ ആയിട്ടുള്ള സോങ് വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് വേറൊന്നുമല്ല, ഇനി മൂവി ഇറങ്ങാൻ വലിയ ദിവസങ്ങളില്ല. പിന്നെ ഒരു സങ്കടം എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് ഡേ പോയി കാണാൻ പറ്റത്തില്ല. ബിക്കോസ് അതിന് നമുക്ക് ടിക്കറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഫുൾ റിസർവ്ഡ് ആണ് ഓൾറെഡി. സോ മേ ബി ഇൻ ചാൻസ് കഴിഞ്ഞ വട്ടം ലീവ് കിട്ടിയതുപോലെ എന്തെങ്കിലും ഒരു ചാൻസ് ലീവ് കിട്ടിയതുപോലെ ഇത് കിട്ടുവാണെങ്കിൽ ലക്കാന്ന് വെക്കുക. അതുമാത്രമല്ല, ഈ സോങ് കുറച്ച് എക്സൈറ്റഡ് എന്ന് പറയുന്ന ഈ സോങ്ങിൻ്റെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഈ ട്രോള് ചെയ്തൊരു തളപതി ഉണ്ട്. മീൻസ് ഈ ഒരു മൂവിയുടെ വേറൊരു അപ്ഡേഷൻ ഒരു സോങ് വന്ന സമയത്ത് എല്ലാവരും ട്രോള് ചെയ്തൊരു ലുക്കുണ്ട്. സോ ആ ലുക്കിലെ തളപതിയാണ് ഇതിൽ വരുന്നത്. സോ ഇതിൽ നമ്മൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ 2 പേരുണ്ടെന്ന് മനസ്സിലായി, അച്ഛനും മോനും. സോ ഇത് മോൻ്റെ ആണെന്ന് തോന്നുന്നു. അതിൽ മോനെന്നല്ലേ ട്രെയിലറിൽ പറഞ്ഞിട്ടുള്ളത്. സോ എനിക്കറിയത്തില്ല ഞാൻ എന്തൊക്കെയൊക്കെ പറയുന്നത്. എന്നാലും പക്ഷെ നമ്മൾ ഇന്ന് അതാണ് റിയാക്ട് ചെയ്തത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതെല്ലാവർക്കും റിയാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതെന്താ ഇളയ തളപതി വിജയ് എഴുതി കാണിക്കുന്ന? സാധാരണ എല്ലാ മൂവീസിലും തളപതി വിജയ് എന്നല്ലേ എഴുതി കാണിക്കുന്നത്? അത് അറിയില്ല. ആക്ച്വലി സിഗ്നേച്ചർ സ്റ്റെപ്സ് ഒക്കെ സത്യം പറയട്ടെ, നമ്മൾ ഈ ഇഷ്ടപ്പെട്ടില്ല, മറ്റേ സോങ് ഇറങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആ ലുക്ക് സത്യം പറയണ സ്റ്റാർട്ടഡ് ടു ലവ് ദിസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം. ഈ സോങ്ങിൽ ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ മീൻസ് ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആക്ച്വലി ഇത് തളപതിയാണെന്ന് ഫീൽ ചെയ്യുന്നില്ല. ചുണ്ടൊക്കെ ഇങ്ങനെ മീൻസ് സ്റ്റക്കായിട്ടിരിക്കുന്ന പോലെ, ചിരിക്കൊന്നുമില്ലാതെ സാധാരണ ആറ്റിറ്റ്യൂഡ് ഇട്ട് കളിക്കുന്ന ഡാൻസ് പോലെ അല്ല. ഇതിലൊരു വേറെ മാതിരിയല്ലേ, വേറെ പോലെ. അതുപോലെ ഞാൻ മട്ട എന്ന് വെച്ചാൽ എന്താ അർത്ഥം നിങ്ങളൊന്ന് പറഞ്ഞു തരണേ, എനിക്കറിയത്തില്ല. എനിക്ക് തളപതിയുടെ ഐസ് ഭയങ്കര ഇഷ്ടമാണ്.
വാവ് ഗൈസ്, എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇപ്പം ഞാനിങ്ങനെ ഓൺലൈൻ സോഷ്യൽ മീഡിയ അതിലൊക്കെ കയറിയ സമയത്ത് അവർക്ക് ചിലരൊക്കെ പറയുന്നുണ്ട് കൊള്ളാൻ, ചിലർ പറയുന്നുണ്ട് മിക്സഡ് അഭിപ്രായം അല്ലെങ്കിൽ മിക്സഡ് റിവ്യൂ ആയിരുന്നു ഈ ഒരു സോങ്ങിന്. പക്ഷെ എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. തളപതിയുടെ ലുക്കിനെ പറ്റി ഫസ്റ്റ് പറയാം. തളപതിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, നമ്മൾ ആദ്യം എല്ലാവരും കളിയാക്കി അതേ ലുക്കിൽ തന്നെ പിന്നെ രണ്ടാമത് ഒരു സോങ് ഇതാണ് സ്പാർക്കാണ് എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നത്. സോ സ്പാർക്കിന് ശേഷവും ഇപ്പം ഇതൊരു സോങ് അതേ ലുക്കി വന്നിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ എപ്പോഴും തളപതി ചെയ്യുന്നൊരു ഫയർ, ആ ഒരു കുറച്ച് ഗ്ലിംസ് ഡാൻസിൻ്റെ കുറച്ച് പാർട്ട് കാണിച്ചപ്പോൾ സ്ഥിരം നമ്മൾ തളപതി ഡാൻസ് ചെയ്യുമ്പോൾ ഒരു പവർ അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നൊരു പവർ ഉണ്ട്. പക്ഷേ ഈ ഒരു ഇതിൽ കാണിച്ച ഒരു കുറച്ച് ഗ്ലിംസിൽ അങ്ങനെ ഫീൽ ചെയ്തില്ല. മേ ബി എനിക്കറിയില്ല, ക്ലോൺ ആണെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് മൂവി കാണാനായിട്ട്. പിന്നെ യുവൻ ശങ്കർ രാജ സാർ അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു വൈബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സോങ് പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വൈബില്ലാതെ പോകുന്നതിനേക്കാൾ പക്ഷേ ഇത് സംതിങ് എവിടെയൊക്കെയോ നല്ല വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ലിറിക്സ് ബൈ വിവേക് സാറാണ് ആൻഡ് വോക്കൽസ് ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജയും ഷെൻബകരാജ് ആൻഡ് വേലു സാം നാരായണൻ രവിശങ്കർ. ഇത്രയും പേരാണ് വോക്കൽ ചെയ്തിരിക്കുന്നത്. സോ നമുക്കറിയാം ഈ ഒരു സോങ്ങിൽ കേൾക്കുമ്പോൾ തന്നെ ബാക്കിൽ വോക്കൽസ് പല പല വോയിസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നൈസായിട്ടുണ്ട്. സോങ് മൊത്തത്തിൽ രസമുണ്ട്. എന്താ പറയുക, എനിക്ക് തളപതിയുടെ ആ ഒരു ലുക്ക് അല്ലെങ്കിൽ തളപതിയുടെ ആ ഒരു മൂവി ഇറങ്ങാനായിട്ട് അതിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ്, അതൊരു ഇമേജ് അപ്ഡേഷൻ ആണെങ്കിൽ പോലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് തളപതി മൂവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് അതിനെ കാണുന്നത്. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ആ സമയത്ത് ഭയങ്കര ബ്ലോക്കും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഫാൻസിന് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് തോന്നുന്നു. ഓരോ അപ്ഡേറ്റ്സ് വരുമ്പോഴും സന്തോഷമാണ് തോന്നുന്നത്. എന്തായാലും കേസ് നമ്മുടെ വീഡിയോ ഇത്രയും. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.